ഹായ്, ഞാൻ മാസ്റ്റർ പീസിൽ നിന്ന് നിസാർ ബാബു. എന്നെ ഈ ഒരു തൊപ്പി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിരിക്കുക. 4 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ തൊപ്പി വെക്കാത്ത ഒരാളായിരുന്നു. അതായത് 7 വർഷമായിട്ട് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് തൊപ്പി വെക്കാനുള്ള കാരണം എന്താ അറിയോ? ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നു, എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തു, വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഷാർജ ക്യൂട്ടീസിനാണ്. ഇവിടെ ഇന്ന് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകണം. അതിലെല്ലാം തയ്യാറായിരിക്കുകയാണ്. എൻ്റെ ഹെയർ റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പോകട്ടോ. തൊലിപ്പുറത്ത് ചെയ്യുന്ന ഒരു പണിയും നമ്മൾ ഹെൽത്ത് വെച്ച് കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. നമുക്ക് ചെറിയൊരു സ്ക്രാച്ച് കയ്യിൽ പറ്റി, അല്ലെങ്കിൽ തലയിൽ എവിടെയെങ്കിലും ഒന്ന് കോരി, അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്ക് പോകില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അത്രമാത്രം നമ്മുടെ പണി വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപോലത്തെ റിസൾട്ട് കൊടുക്കാനും പറ്റില്ല. അവരുടെ മുടിയുടെ ക്വാളിറ്റി, അവരുടെ തലയുടെ സൈസ്, ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ ഇവ കംപ്ലീറ്റ്ലി നോർമൽ. എന്ത് വേണമെങ്കിലും ചെയ്യാം, നോർമൽ രീതിയിൽ എല്ലാ പരിപാടികളും ചെയ്യാം. എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മൾ ക്യാപ്പ് വെച്ചാൽ മുടി പോകും. ഞാൻ പറഞ്ഞ ഒരു റീസൺ, അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായാലും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ആ തൊലിക്കും സ്കിന്നിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. ഇതിലാണ് ഈ മുടി വരുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ആ സ്കിന്നിൽ കൊടുക്കേണ്ട എല്ലാ സപ്പോർട്ടും ബ്ലഡ് സർക്കുലേഷനും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെയുള്ള മുടികളും അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഹെയറിനൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ പാരമ്പര്യം എന്നുണ്ടെങ്കിൽ റീസൺ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫാദറിന് 40 വയസ്സാണെങ്കിൽ മക്കൾക്ക് 25 വയസ്സിൽ വരാനുള്ള റീസൺ നമ്മൾ ഈ ഒരു കെയറിങ്. ഒരു കഷണ്ടില്ലാത്ത മനുഷ്യന് ഉണ്ടാവുന്ന ക്വാളിറ്റി കുറവുകളൊക്കെ ഇതിലുണ്ടാവും. പക്ഷേ ഈ മുടിയുടെ ലൈഫ് ഇത് എത്ര കാലമുണ്ടോ അത്ര കാലം വെച്ച മുടി. മീശ പോകുന്നില്ല, താടി പോകുന്നില്ല. അതുപോലത്തെ ഒരു ക്വാളിറ്റി ഒരു ഡോണർ ഏരിയ, ഒരു സേഫ് സോൺ ഡോണർ ഏരിയ എന്നത് ദൈവം കണ്ടറിഞ്ഞ് കൊടുത്തൊരു സംഭവമാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുടിയെടുത്ത് നിങ്ങളുടെ ശരീരത്തെ എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റും. വേറെ ആൾക്ക് പറ്റില്ല. നമ്മളെ തൊലി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെയാവണം. അപ്പോൾ എൻ്റെ ഹെഡൊക്കെ മാർക്ക് ചെയ്തിട്ടോ ഡോക്ടർ ഷജീർ സാറ്. അപ്പോൾ വിശദമായിട്ട് അതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എല്ലാ ഡീറ്റെയിലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ. അതിനുശേഷം ഇവിടെ BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. എല്ലാം നോർമൽ അല്ലേ? അതെ, എല്ലാം നോർമലാണ്. ഇനി നമ്മൾ പ്രൊസീജിയർ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. കറക്റ്റ് 7 മണി കേട്ടോ. 2 മണിക്കാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് ലഞ്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ എടുത്തു. എന്തായാലും 5 മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം കംപ്ലീറ്റ് ആയി. 4200 ഗ്രാഫ്റ്റ് വെച്ചിട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഈ ഒരു എയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷമായിട്ട് ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. പല സ്ഥലത്തും ഞാൻ അന്വേഷിച്ചപ്പോൾ 2 ദിവസം വേണം. അതായത് ഒരു ദിവസം ഇതിൻ്റെ എയർ റിമൂവ് ചെയ്യാനും 2ാമത്തെ ദിവസം വെക്കാനുമായിട്ട്, അങ്ങനെ 2 ദിവസത്തെ പ്രൊസീജിയേഴ്സൊക്കെയാണ് പലരും പറഞ്ഞിരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇതേപോലെ ചെയ്തിട്ട് ശരിക്കും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ്. ഈ 2 ദിവസത്തെ പോക്ക്, അതേപോലെ തന്നെ 2 പ്രാവശ്യമായിട്ട് ഈ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വേദന ഉള്ളെങ്കിലും കൂടി ഇത് 2 പ്രാവശ്യം ഇത് പ്രൊസീജിയേഴ്സ് നടത്തണം. അതൊക്കെ ഇവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ടീം വർക്കാണ്. ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം വർക്ക് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്ര എളുപ്പം ഇത് തീരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ മറ്റൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ വേദന ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ. ഇത് വളരെ സിമ്പിളായിരുന്നു. അനസ്തേഷ്യ ചെയ്യാൻ വേണ്ടി, അതും ആ ഒരു പാർട്ട് മാത്രം അനസ്തേഷ്യ ചെയ്തത് വളരെ സിമ്പിളായിട്ട് ഉറുമ്പ് അടിക്കുന്ന വേദന അത്ര മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സംസാരിച്ചുകൊണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് മുഴുവനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഇറങ്ങിയിട്ട് 10 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി റൂമിൽ പോയിട്ട് മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് റിമൂവ് ചെയ്യണം. ഈ ഒരു കെട്ടിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ. എന്തായാലും സന്തോഷം. ഇപ്പം പലരും ചോദിക്കുന്നുണ്ടോ എവിടുന്നാ ചെയ്തതെന്നില്ലേ? ഷാർജ മൈസലൂണില്ല, ക്യൂട്ടീസ് എന്നാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ 2-3 ദിവസം മുമ്പ് ഇത് കാണിക്കാനായിട്ട് ഇവിടെ വന്നതായിരുന്നു കേട്ടോ. ശരിക്കും എന്താണ് ഇതിന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോൾ ചെയ്യണോ അല്ലെങ്കിൽ പിന്നീട് ചെയ്യണോ ചോദിക്കുമ്പോൾ ഡോക്ടർ തന്നെയാണ് അതിൻ്റെ ഫുൾ നിർദ്ദേശങ്ങളും തന്നത്. ഒരു 15 മിനിറ്റോളം അതിനെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ സംസാരിച്ചു. ചെയ്യാം എന്നുള്ള രീതിയിലെത്തി. ഞാൻ എന്ത് ചെയ്ത് വളരെയധികം സന്തോഷവാനാണ്. നിങ്ങൾക്കും ഇവിടെ വരാവുന്നതാണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ ഇൻഫർമേഷൻ നിലയ്ക്ക് ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടെ നല്ലൊരു ടീമുണ്ട്. നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ ഇതേപോലെ ചെയ്യാൻ പറ്റിയ എല്ലാ സെറ്റും എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ. എന്തായാലും സന്തോഷം. ഈ ഒരു ടീമിനും ക്യൂട്ടീസിനും നന്ദി പറയാം കേട്ടോ. അപ്പോൾ ഡേ 3 മൂന്നാമത്തെ ദിവസം ഞാനിവിടെ വന്നിരിക്കുകയാണ് ക്യൂട്ടീസ് ഷാർജയിൽ കേട്ടോ. ഇന്ന് എൻ്റെ ബാൻഡേജ് അയക്കാൻ പോവാണ്. ഈ ഒരു 2 ദിവസം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മെഡിസിൻ അയച്ചു. അതേപോലെ തന്നെ സെല്ലിൻ വാട്ടർ കറക്റ്റായിട്ട് 2 മണിക്കൂർ ഇടവിട്ട് ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു വേദന പോലും ഇതുവരെ സംഭവിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇനി എന്തായാലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് അയച്ചെടുത്തതിന് ശേഷം നോക്കട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാൻഡേജൊക്കെ റിമൂവ് ചെയ്തു. ഓയിൽമെൻറ്റ് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ബാക്കി ക്ലീനിങ്ങിന് വരണം. അങ്ങനെ എയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് 25 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ PRP ചെയ്യാനായിട്ട് വന്നിരിക്കും കേട്ടോ. ആദ്യത്തെ PRP ആണ്. ഇന്ന് എൻ്റെ തലയുടെ അവസ്ഥ ഇതേപോലെയാണുള്ളത് കേട്ടോ. ഇതേപോലെ നമുക്ക് ഇനി നെക്സ്റ്റ് PRP ഒക്കെ ചെയ്യാണ്ട് ഓരോ മാസങ്ങൾ ഇടവിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും PRP ചെയ്യാനായിട്ട് പോവാണ്.